നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും കേസ്. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയതിനാണ് കേസ് എടുത്തിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മാനസ ചേരുന്നു. മാനസ, ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. കരമന പോലീസ് സ്റ്റേഷനിലാണ് പരാതി വന്നത്. അവിടെയാണ് കേസെടുത്തത്, അല്ലേ? തീർച്ചയായും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ രണ്ടാമത് ജയസൂര്യക്കെതിരെ കേസ് പരാതി വന്നിരിക്കുകയാണ്. അത് കരമന സ്വദേശിയായ തിരുവനന്തപുരം സ്വദേശി കരമനയിൽ താമസിക്കുന്ന നടിയാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരമന പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ സംഭവം നടക്കുന്നത് തൊടുപുഴ ലൊക്കേഷനിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു ദുരനുഭവം നടിക്ക് നേരിട്ടത് എന്നാണ് നടിയുടെ പരാതി. അതിനെ തുടർന്ന് തൊടുപുഴയിലേക്ക് കേസ് കൈമാറാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഏത് സിനിമയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അറിയാനാവുന്നുണ്ടോ ഏത് സിനിമയുടെ ലൊക്കേഷൻ? നിലവിൽ ഏതാണ് സിനിമ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ തൊടുപുഴ ലൊക്കേഷനിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം നേരിട്ടത് എന്നാണ് നടി സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് നടി ഇത്തരത്തിൽ ഒരു പരാതിയുമായി സമീപിച്ചത്. കരമന പോലീസ് സ്റ്റേഷനിലാണ് സമീപിച്ചത്. ഉടൻ തന്നെ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഇന്ന് തൊടുപുഴയിലേക്ക് കേസ് കൈമാറാനാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇതേ സമയത്താണ് ജയസൂര്യക്കെതിരെ ആദ്യ പരാതിയിന്മേലുള്ള കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കന്റോൺമെന്റ് പോലീസാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത്. അതും അന്വേഷിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും ഒരു കേസ് ജയസൂര്യക്കെതിരെ തന്നെ എത്തുന്നത്. 2 കേസുകളാണ് ഇപ്പോൾ ജയസൂര്യക്കെതിരെയുള്ളത്. ഒന്നിപ്പോൾ തൊടുപുഴ പോലീസിനെ കൈമാറുന്നതോടുകൂടി തിരുവനന്തപുരത്ത് ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സിനിമ ലൊക്കേഷനിൽ വെച്ചായിരുന്നു. അതായത് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചുള്ള ഒരു ഷൂട്ടിനിടെയാണ് കടന്നുപിടിച്ചു എന്ന് പരാതിക്കാരി ആരോപിച്ചത്. അതിന്മേലുള്ള അന്വേഷണമൊക്കെ നടന്നു വരികയാണ്. ബാലചന്ദ്രനെയും ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും ഒരു കേസ് അല്ലെങ്കിൽ പരാതി ജയസൂര്യക്കെതിരെ എത്തുന്നത്. അത് ഉടൻ തന്നെ തൊടുപുഴയിലേക്ക് കൈമാറും എന്നാണ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക. തൊടുപുഴയ്ക്ക് കൈമാറുമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണത്? അതേസമയം അത് തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള ഉന്നത പോലീസ് സംഘം അന്വേഷിക്കും എന്നും വാർത്തകളിലുണ്ടല്ലോ. എന്താണത്? ലൊക്കേഷനല്ലേ തൊടുപുഴ? അവിടെ വെച്ച് ആക്രമിക്കപ്പെട്ടു, ലൈംഗികാതിക്രമം നടന്നു എന്നല്ലേ പരാതി? അപ്പോൾ സിനിമ ലൊക്കേഷൻ പറഞ്ഞോളൂ. തീർച്ചയായും തൊടുപുഴ സിനിമ ലൊക്കേഷനിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമണം നേരിട്ടത്. അതുകൊണ്ട് തൊടുപുഴ സ്റ്റേഷനിലേക്ക് കേസ് കൈമാറും. ഒപ്പം തന്നെ സിനിമാ മേഖലയിൽ നടക്കുന്ന ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾ അന്വേഷിക്കാനായി നിയോഗിക്കപ്പെട്ട പോലീസ് അന്വേഷണത്തിനാണ് ഈ ഒരു കേസ് കൈമാറുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള ഈ ഒരു മധ്യ കേരളം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണ സംഘത്തിന് ഈ കേസ് കൈമാറാൻ ഒരു സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ ഇപ്പോൾ ഉള്ളത്. ഉടൻ തന്നെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കും എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അതുപോലെ തന്നെ മാനസ, ഒരു കാര്യം കൂടി ഇപ്പോൾ നടൻ സിദ്ദിഖിനെതിരായിട്ടുള്ള കേസുണ്ട്. ആ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്ന് വരുന്നുണ്ടല്ലോ വാർത്ത. എന്താണ് അതിൻ്റെ വാസ്തവം? എന്താണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ശരത്ത്, കഴിഞ്ഞ ദിവസമാണ് ഈ നടൻ സിദ്ദിഖിനെതിരെയുള്ള യുവനടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഇതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ, തിരുവനന്തപുരം മാത്രം കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഈ അന്വേഷണ സംഘം അന്വേഷിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കൊച്ചിയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും നിരവധി കേസുകൾ ഈ നടന്മാർക്കെതിരെ ാണ് ഒരു പുതിയ നീക്കവുമായി പോലീസ് എത്തി നിൽക്കുന്നത്. തിരുവനന്തപുരം സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ACP അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ഒപ്പം ഈ നടിയുടെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നടിയുടെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ നടി നേരിട്ടത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് ലൈംഗിക അതിക്രമം നേരിട്ടത് എന്ന് നടി പറഞ്ഞിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ മസ്കറ്റ് ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ 2016 ജനുവരി മാസം 3 ദിവസം സിദ്ദിഖ് ഹോട്ടലിൽ താമസിച്ചതിന്റെ രേഖകൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതും സിദ്ദിഖിനെ വീണ്ടും ഒരു കുരുക്കിലേക്ക് നയിക്കുന്ന രേഖകളാണ് പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. ഒപ്പം തന്നെ നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിനായി FIR രേഖകൾ
ഉൾപ്പെടെയുള്ളവ വേണമെന്ന ആവശ്യം സിദ്ദിഖ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയും നിൽക്കുകയാണ്. എങ്കിൽ കൂടിയും സിദ്ദിഖിനെതിരെയുള്ള കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസത്തെ മസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലും വ്യക്തമാണ്. ഒപ്പം നടി രഹസ്യമൊഴിയിൽ പുറത്തു പറയാത്ത, അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാത്ത ചില കാര്യങ്ങൾ കൂടി രഹസ്യമൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ കൂടി ഒരു തുടർ നടപടിയായാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. അത് കൂടുതൽ കാര്യങ്ങൾ സുഗമമാക്കുമെന്ന രീതിയിലാണ്. അതായത് അന്വേഷണം ഇപ്പോൾ നിരവധി പേർക്കായി ഇത്തരത്തിൽ പരാതികൾ വരുന്നു, നിരവധി നടന്മാർക്കെതിരെ പരാതികൾ വരുന്നു. ഇതിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിൽ അന്വേഷണ സംഘം കൊച്ചി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടയിൽ തിരുവനന്തപുരത്തും ഇത്തരത്തിൽ പരാതികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം കൂടി കണക്കാക്കിയാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ സംഘമായിരിക്കും ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വരുന്ന പരാതിയിന്മേൽ അന്വേഷണം നടത്തുക. ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തോടും ഒപ്പം സഹകരിച്ചായിരിക്കും ഈ ഒരു അന്വേഷണ ചുമതലയുമായി മുന്നോട്ട് പോവുക എന്നാണ് അറിയാൻ സാധിച്ചത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വന്നിട്ടുള്ള പരാതികൾ, അതിന്മേൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് മാനസ നൽകിയത്. ഒന്ന്, ജയസൂര്യക്കെതിരെ വീണ്ടും ഒരു കേസ് വന്നു. ആ കേസ് എടുത്തിട്ടുള്ളത് കരമന പോലീസ് സ്റ്റേഷനിലാണ്. അത് തൊടുപുഴയിലാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം നടന്നു എന്നാണ് പരാതിയിൽ കരമന സ്വദേശിയായ നടി പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ആ കേസ് കൈമാറും എന്ന നിലയിലുള്ള വിവരങ്ങളാണ് വന്നിട്ടുള്ളത്. അതേസമയം സിദ്ദിഖിനെതിരായ ആരോപണത്തിനപ്പുറത്തേക്ക് ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിൽ വളരെ ശക്തമായ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു. ഇന്നലെ മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ IPS ഉന്നതതല സംഘത്തിന് ഓരോ കേസിനും താഴേക്ക് തെളിവുകൾ ശേഖരിക്കാനും ഈ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കാനും മറ്റുമായി പ്രത്യേകം ടീമുകളെ നിയോഗിക്കുന്നുണ്ട്. അത്തരം ക്രൈംബ്രാഞ്ച് ടീമാണ് തിരുവനന്തപുരത്ത് നടൻ സിദ്ദിഖിനെതിരായ കേസിൽ ഈ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നത്. ആ ശേഖരിക്കുന്ന വിവരങ്ങളാണ് ആ ടീം ഈ സംഘത്തിലേക്ക് എത്തിക്കുക, പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് എത്തിക്കുക. അങ്ങനെയാണ് ഈ മൊഴിയും അതിനനുസരിച്ച് ലഭിക്കുന്ന വിവരങ്ങളും താരതമ്യം ചെയ്ത് കേസന്വേഷണം മുന്നോട്ട് പോകും. ഈ രണ്ട് കേസുകൾ, ഒന്നൊരു പുതിയ കേസാണ് ജയസൂര്യയുടെ കാര്യത്തിൽ, നടൻ സിദ്ദിഖിൻ്റെ കേസിൽ, പ്രതിയായ കേസിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഒരു സാഹചര്യമാണ്, പ്രധാനപ്പെട്ട പുതിയ സാഹചര്യമാണ് മാനസ സൂചിപ്പിച്ചത്.